ഹലോ ഗായ്സ്, ഇന്നൊരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. ആദ്യം ഞാനൊരു ഫസ്റ്റ് ഡേ സ്കൂൾ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഇടാൻ പറ്റിയില്ല, ഭയങ്കരമായിട്ട് ലേറ്റായി. പിന്നെ 2 ദിവസം മുമ്പ് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ഇനി അത് ഇട്ടാൽ അധികം ആരും കാണാൻ വഴിയില്ല. ഫസ്റ്റ് ഡേ സ്കൂൾ കഴിഞ്ഞിട്ട് കുറേ ദിവസമായില്ലേ. അപ്പോൾ ഞാൻ 6:30 മോർണിംഗിന് എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയിട്ട് ബെഡൊക്കെ കുടഞ്ഞിട്ടിട്ട് തല്ലൊക്കെ അടക്കി ഒതുക്കി വെച്ചിട്ട് പുതപ്പൊക്കെ മടക്കി വെച്ചു കേട്ടോ. പുതപ്പ് ഞാനങ്ങനെ ഭയങ്കര ചെറുതാക്കി മടക്കാറില്ല, ഇത്തിരി നീളത്തിൽ ഇങ്ങനെ വിരിച്ചിടുകയാണ് ചെയ്യാറ്. അതിനുശേഷം ഞാൻ ബ്രഷ് ചെയ്തതിന് ശേഷം വെള്ളം കുപ്പി എടുത്തിട്ട് പോന്നു, എന്നിട്ട് അത് കഴുകിയിട്ട് വെള്ളം നിറച്ച് വെച്ചു. കാരണം ചിലപ്പോൾ നമ്മൾ വരുന്ന ലാസ്റ്റ് പോവാൻ നിൽക്കുന്ന നേരത്താവും ഇത് ഓർമ്മ വരിക. അപ്പോൾ വേഗം പോയി ധൃതിയിൽ നിറയ്ക്കണം. ഇതാകുമ്പോൾ പതിയെ സാവകാശം ചെയ്താൽ മതിയല്ലോ. അപ്പം ഞാൻ അത് മൊത്തം കഴുകിയതിന് ശേഷം വെള്ളം നിറയ്ക്കാൻ തുടങ്ങി. തിളപ്പിച്ച വെള്ളമായ കാരണം ഇത്തിരി ചൂടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബോട്ടിലിൽ ഒരു 3 ഗ്ലാസ് കറക്റ്റാണ്. ഇത് ഒരു കപ്പായതുകൊണ്ട്, ഇതിപ്പോൾ ഞാൻ ഒഴിക്കുന്നത് ഒരു കപ്പിലായതുകൊണ്ട് ഒരു 2.5 2.25 മതിയാവും. അപ്പോഴേക്കും ഇത് ഒന്ന് നിറയും കേട്ടോ, ഫുള്ളായിട്ട് നിറയും. അപ്പോൾ ബാക്കി വരുന്നത് ഞാൻ ആ ഒരു കലത്തിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുകയാണ് ചെയ്യാറ്. ബോട്ടിൽ നിറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിച്ചതിന് ശേഷം ഞാൻ കളർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായത്. ഞങ്ങളുടെ സ്കൂളിൽ യൂണിഫോം ഇതുവരെ കിട്ടിയിട്ടില്ല. കോട്ട് ഇന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇത് ലാസ്റ്റ് ഡേ ഓഫ് കളർ ഡ്രസ്സ് ആവേണ്ടതായിരുന്നു, പക്ഷേ കോട്ട് തന്നിട്ട് എന്തോ അതിന് ശരിയാക്കാനെന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു വാങ്ങി. അപ്പം മൺഡേ കളർ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ, യൂണിഫോം അല്ല. യൂണിഫോം കിട്ടിയ വഴിക്ക് എന്തായാലും ഞാനൊരു യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു സ്കൂൾ ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നേരെ റെഡി ആവാൻ പോയി. അപ്പോൾ ആദ്യം തന്നെ ബെഞ്ചാറാസിൻ്റെ ഒരു അലോവേര ഒരു റോസിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു ജെല്ലാണ് ഞാൻ ഇപ്പോൾ ആദ്യം തന്നെ പറ്റി കൊടുത്തിട്ടുണ്ടായത്. നല്ലോണം പറ്റുണ്ടോ ഞാനത്. ഇത് ഡെയിലി വച്ചാറുണ്ട്. ഇത് പറ്റുമ്പോൾ നല്ലൊരു സുഖാട്ടോ ഈ ഒരു ജെല്ല് പറ്റുമ്പോൾ. അപ്പോൾ അതിന് ശേഷം ഞാൻ ലിബാം ഇട്ടു. ചുണ്ട് ഭയങ്കര ഡ്രൈ ആവാറുണ്ട് കേട്ടോ എൻ്റെ. അപ്പോൾ അത് കാരണം ലിബാമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഒരു മാല ഇട്ടു. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ പണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ഞാൻ നേരെ പോയിട്ട് ഐലൈനർ എടുത്തു, എഴുതി. എനിക്ക് ഐലൈനർ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. മുകളിൽ ബുദ്ധേൻ്റെ പോലത്തെ ഹെയർ സ്റ്റൈലൊക്കെയാണ്. ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ കെട്ടിയിട്ടാണ് കേട്ടോ കിടക്കാറ്. പിന്നെ കുളി കഴിഞ്ഞ് എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടി കെട്ടാൻ വേണ്ടി മാത്രം അയക്കാറ്. അതിൻ്റെ ഇടയിൽ ഇത് കേടായിട്ടുണ്ടാവും കെട്ടിയത് രാവിലെ എണീക്കുമ്പോൾ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ഒന്ന് കെട്ടും. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത പണിയാണിത്. സാധാരണ ഞാൻ രാവിലെ അയച്ചിട്ടാണ് ചെയ്യാറ്, പിന്നെ ഇങ്ങനെ ആക്കി. അപ്പോൾ ഇതാകുമ്പോൾ ഒരുങ്ങുമ്പോൾ ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ. മറ്റേത് മുടി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതാണ്. ഒരു ചാന്ത് തൊട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്ക് കളർ. അതിന് ശേഷം അതിൻ്റെ തന്നെ സെയിം മഞ്ഞ ഒരു ചന്ദനക്കുറി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞാൻ ബുദ്ധേരെ പോലത്തെ ഹെയർ സ്റ്റൈൽ അങ്ങോട്ട് മാറ്റി അയച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലോണം ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം ഇരുന്ന് ഈരി കളയായിരുന്നു. അത്യാവശ്യം ചെടി ഉണ്ടാവും ഇങ്ങനെ കെട്ടിയതിന് ശേഷം. പിന്നെ ഞാൻ കെട്ടിയ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് മുടി എടുത്തിട്ട് ഒന്ന് പിരിച്ചു. അല്ലാത്ത ഒരു സാധാ എല്ലാവരും കെട്ടണ പോലെ ഒരു പിരിക്കലില്ലേ, ആ ഒരു പിരിക്കൽ അങ്ങോട്ട് ഒരു സൈഡിൽ മാത്രം പിരിച്ചിട്ട് 2 സൈഡിലെടുത്ത് കുത്തിയതിന് ശേഷം ബാക്കി എല്ലായിടത്തും എടുത്തിട്ട് അടിയിൽ നിന്ന് കുറച്ച് മുടി ഇട്ടതിന് ശേഷം മുകളിലത്തെ മുടീനൊക്കെ കൂടെ ഒരു ക്ലിപ്പ് ഇട്ട് കെട്ടാട്ടോ ചെയ്തത്. ഇപ്പം അത്യാവശ്യം എല്ലാവരും ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ തന്നെയാണ്. ഇപ്പം നമ്മുടെ റെഡിയോളൊക്കെ ഇവിടെ കഴിയാറായിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പോണ ക്ലിപ്പൊന്നും എടുത്തിട്ടില്ല, ഇവിടം വരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ ഡ്രസ്സ് ഒന്നും കൂടെ വെറുതെ കാണിച്ചതാട്ടോ. എനിക്ക് നേരത്തെ കാണിച്ചതിൽ ഭയങ്കര മൊത്തം കണ്ട പോലെ തോന്നിയില്ല, അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചത്. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാട്ടോ, അതുകൊണ്ടാണ് കാണിച്ചത്. പിന്നെ മുടിയൊക്കെ ഞാൻ ഇങ്ങനെയാണ് കെട്ടിയതെന്നൊക്കെ പറഞ്ഞതാണ്. മുഖം ഞാൻ വല്ലാണ്ട് കാണിക്കുന്നില്ല, കാരണം മുഖം എന്തോ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് കൂടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് ഞാൻ നോക്കുന്ന ആളാണ് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളുടെ കമൻറ്റ് ഉറപ്പായിട്ടും ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എങ്ങനത്തെ തരം വീഡിയോസ് ഉണ്ടെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഇടാൻ എന്തായാലും ശ്രമിക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ കളർ ഡ്രസ്സ് ഞാൻ ഇന്നിട്ടത്. അപ്പോൾ ഇനി മണ്ട് തൊട്ട് യൂണിഫോം ആയിരുന്നു, പക്ഷേ കോട്ട് ഇന്ന് കിട്ടിയിട്ട് അതിലെന്തോ പണികളെന്ന് വെച്ചിട്ട് തിരിച്ചു വാങ്ങി. അതുകൊണ്ട് മണ്ടി കളർ ഡ്രസ്സാണ് ഗൈസ്. അപ്പോൾ യൂണിഫോം ഇട്ടിട്ട് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യാം കേട്ടോ. ചായയൊക്കെ കുടിച്ച് കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പഠിക്കാനിരുന്നു കേട്ടോ. കുറേ പഠിക്കാനുണ്ടായിരുന്നു, കുറച്ചധികം ഉണ്ടായിരുന്നു തിങ്കളാഴ്ചയ്ക്ക്. പിന്നെ കുറേ ദിവസം ഉള്ളതുകൊണ്ട് ഓരോ സബ്ജക്റ്റ് ഓരോ ദിവസം വെച്ച് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ മലയാളമാണ് പഠിച്ചത്. മലയാളം മീനിങ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് മലയാളം കാണിച്ചതാണ്. ഇതാണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ മലയാളം കഴിഞ്ഞു. അടുത്തത് എനിക്ക് പഠിക്കാനുള്ളത് മാത്സ് ആണ്. ഓരോ ദിവസമായിട്ട് പഠിക്കുള്ളൂ, അല്ലാതെ എല്ലാം ഇന്ന് തന്നെ ഇരുന്ന് പഠിക്കുന്നില്ല. മാത്സ്
ഇപ്പോൾ എടുത്തത് വരെ ഉള്ളത് മൊത്തം ഒന്ന് റിവൈസ് ചെയ്ത് വരാൻ പറഞ്ഞു. ബോർഡിൽ ചെയ്യിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളും ഈ സെയിം സംഭവം പഠിച്ചിട്ടുണ്ടെങ്കിൽ. മാത്സ് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, കുറേ വെട്ടലായിരുന്നു. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അസോസിയേറ്റീവ്, കമ്മ്യൂട്ടേറ്റീവ്, ക്ലോഷർ, അങ്ങനെ കുറേ ഉണ്ട്. അതിനുശേഷം കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയിൽ ഒരു 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പഠിച്ച് പോകണം. മൺഡേ ഇല്ല കേട്ടോ കെമിസ്ട്രി. അപ്പോൾ അതെന്തായാലും ഞാൻ ചിലപ്പോൾ പഠിക്കാനേ വഴിയുള്ളൂ. ട്യൂസ്ഡേ ആവാനാ വഴി കെമിസ്ട്രി. അതിനുശേഷം പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ് ടെസ്റ്റ് പേപ്പർ ഉണ്ട്, ആ ലെസൺ ഫുള്ള്. അപ്പോൾ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. കുറച്ചധികം ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഉണ്ട് പൊളിറ്റിക്സിൽ. പൊളിറ്റിക്സ് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ ടീച്ചർ പറഞ്ഞു തരുമ്പോൾ എല്ലാം മനസ്സിലാവും. ടെക്സ്റ്റിൽ നിന്ന് അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാക്കാൻ പറ്റില്ല ഈ ഒരു ചാപ്റ്റർ അങ്ങനെ എനിക്ക് തോന്നിയത് ടെക്സ്റ്റ് വായിച്ചപ്പോൾ. പക്ഷെ ടീച്ചർ പറഞ്ഞപ്പോൾ എല്ലാം നന്നായി മനസ്സിലായി. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ടെക്സ്റ്റൊക്കെ തുറന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഗ്രാമറാണ് ഇനിയും ഉണ്ട് കേട്ടോ. അത് പിന്നെ ബാക്കിയൊക്കെ ബാഗിനുള്ളിൽ തന്നെ. ഇപ്പോൾ കുറച്ച് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായുള്ളൂ. ഇതിൽ ഗ്രാമർ, ആ പാർട്സ് ഓഫ് സ്പീച്ച്, കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ്, പിന്നെ ഇത് ചെയ്യിപ്പിച്ചതാണ്. ഇനിയൊരു ഹോംവർക്കും ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗ്രാമറിൽ. പിന്നെ മിനിഞ്ഞാന്ന് ഞാൻ എഴുതിയൊരു ടു ഡു ലിസ്റ്റാണ് കാണുന്നത്. ടു ഡു ലിസ്റ്റ് അല്ല, പിറ്റേ ദിവസത്തേക്ക് പഠിക്കാനുള്ളത്. പിന്നെ അതേ ആ മിനിഞ്ഞാന്ന് തന്നെ ചെയ്തതാണ് ഗൈസ്. നിങ്ങൾ കാണുന്ന മാത്സിൻ്റെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.